ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ബുധനാഴ്ചയ്ക്ക് ശേഷം മറ്റൊരു കാര്യം പറയാമെന്ന്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ സ്ഥലം. അവിടെ പോയവർക്ക് അറിയാം ഇതേതാണ് സ്ഥലമെന്ന്. ഞാനിവിടെ എങ്ങനെ പോയി, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത് കേട്ടോ. ഈശോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. സ്വർഗത്തിൻ്റെ ഗൂഗിൾ മാപ്പിൽ സ്വർഗം പ്രത്യേകം നോട്ട് ചെയ്യപ്പെടാൻ കരുതി വെച്ച ഒരു സ്ഥലം, അതാണ് വിളക്കന്നൂർ. മലയുടെ മുകളിലുള്ള ശാന്തസുന്ദരമായ പ്രകൃതി ഭംഗിയിൽ നമുക്ക് കാണാം ഉയർന്നു നിൽക്കുന്ന ആ അരളിക്കയുടെ ഉള്ളിൽ പീഡിപ്പിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖം തിരുവോസ്തിയിൽ 13 വർഷങ്ങൾക്ക് മുമ്പ് പതിഞ്ഞ്, പിന്നീട് പഠനങ്ങൾക്ക് ശേഷം അത് സത്യമായും ഒരു യുക്കാരിസ്റ്റിക് മിറക്കിളാണെന്ന് സഭ അധികാരികൾ സഭയുടെ പ്രഖ്യാപനത്തിന് ശേഷം വിളക്കന്നൂര് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഒരുപാട് ഞാൻ കൊതിച്ചു ഇത് കാണാൻ. കാരണം സ്വർഗത്തിൽ നിന്നും ഈശോ തൻ്റെ മുഖച്ഛായ പതിപ്പിച്ച ഒരു തിരുവോസ്തി, ഈശോയുടെ തിരുഹൃദയം, അതിൽ തൻ്റെ മുഖം പതിപ്പിച്ച് കാണിക്കാൻ ഈശോയുടെ ഗൂഗിൾ മാപ്പിൽ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ വിളക്കന്നൂർ. ഒരു പ്രത്യേകതകളുമില്ലാതെ ഒരു മലമുകളിൽ ആരാലറിയപ്പെടാത്ത ഒരു പള്ളി. ഇന്ന് അവിടെ പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ശരിക്കും വലിയൊരു തീർത്ഥാടന കേന്ദ്രം പോലെ ആയി മാറിയിരിക്കുന്നു. ഒരുപാട് ജനങ്ങൾ ഇത് കാണാൻ വരുന്നു. ഞാൻ ഒരിക്കലും ഇവിടേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എങ്കിലും ട്രെയിൻ യാത്ര, ആദ്യത്തെ യാത്ര, വേളാങ്കണ്ണി യാത്ര, അത് സക്സസ് ആയപ്പോൾ സന്തോഷമായി. ഇത് ആദ്യമായിട്ടാണ് കാറിൽ യാത്ര ചെയ്ത് ഇത്ര ദൂരം ഞാൻ പോകുന്നത്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ പോകാൻ പറ്റുമെന്ന്. എങ്കിലും എൻ്റെ അച്ഛൻ മകൻ വെക്കേഷനായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനും എൻ്റെ ഹസ്ബൻഡ് ഫ്രാൻസിസ് ഏട്ടനും പിന്നെ കൂടെ ഉള്ള 2 ബ്രദേഴ്സ് ഉള്ളത് കൊണ്ട് എനിക്കൊരു ധൈര്യമുണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് ഇവരുണ്ടല്ലോ 4 പേര്. ആ ധൈര്യത്തിലാണ് ഈശോ പറഞ്ഞപ്പോൾ നീ പോരെ എന്ന് സന്ദേശം കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയത്. പറയാൻ പറ്റില്ല സഹോദരങ്ങളെ, എന്തനുഭവമാണ് ഞാൻ ആ പള്ളിയിൽ കാലുകുത്തിയപ്പോഴുണ്ടായതെന്ന്. എൻ്റെ ഈശോയുടെ മുഖം കാണിച്ചു തരാൻ വേണ്ടി എന്നെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. തിക്കും തിരക്കുമായിരുന്നു അവിടെ. അതുകൊണ്ട് ഫോട്ടോയോ വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല. അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ, എങ്ങനെ വേണമെങ്കിൽ ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞു അച്ഛൻ. വീഡിയോയും ഫോട്ടോയും എടുക്കാനുള്ള തിരക്കലായിരുന്നു. അത് അങ്ങനെ വരും, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സാക്ഷാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുഖം, സ്വർഗം പതിപ്പിച്ചിരിക്കുന്ന ആ ഒരു മുഖം കാണാൻ എല്ലാവർക്കും ജിജ്ഞാസയുണ്ടാകും. അതിൻ്റെ ഫോട്ടോ എടുക്കണമെന്നുണ്ടാകും, അതിൻ്റെ മുൻപിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടാകും. എല്ലാവരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു ഒഴിവ് നോക്കി നിൽക്കുകയായിരുന്നു ഈശോയുടെ ഈ മുഖം ഒന്ന് പകർത്താൻ വേണ്ടി. അപ്പോഴേക്കും ലൈറ്റുകൾ ഇട്ടപ്പോൾ ഈശോയുടെ മുഖത്തിൽ ലൈറ്റും കൂടി വന്നു. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന് മതിയായില്ല കേട്ടോ. പിന്നെയും കുറേ കാര്യങ്ങളുണ്ടായതുകൊണ്ട് ഇത് അവിടെ വന്ന അച്ഛൻ, ഈ കണ്ണാട വെച്ച അച്ഛനാണ് എൻ്റെ മകനച്ഛൻ, താടി വെച്ച്. ഇതാണ് എൻ്റെ അച്ഛൻ മകൻ ഫാദർ കെൽവിൻ CMI. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. 15 മലങ്കര അച്ഛന്മാർ ഒന്നിച്ച് ചേർന്ന് അവരുടെ എന്തോ ഒരു ജൂബിലിയോ ആഘോഷമുണ്ട്. 15 അച്ഛന്മാരുടെ കുർബാന നടക്കുന്ന സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. കുർബാന നടക്കുന്ന സമയത്തല്ല, നടക്കുന്ന ദിവസം. അതുകൊണ്ട് കെൽവിൻ അച്ഛനും ആ 15-ൽ 16-ാമത്തെ ആളായിട്ട് കുർബാനയ്ക്ക് കൂടി. അത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ഞാൻ തിക്കും തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ ഈശോയുടെ മുമ്പിലേക്ക് വന്നിട്ട് ഈശോയോട് ചോദിച്ചു, നിൻ്റെ ചിത്രം ഇവിടെ പതിഞ്ഞിട്ടുണ്ട്, നീ ജീവിക്കുന്ന ദൈവമാണെന്ന് എനിക്ക് കാണിച്ചു തരണമെന്ന്. പ്രിയ സഹോദരങ്ങളെ, വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല.
ഒരു 3 മിനിറ്റ് സമയത്തേക്ക് ഈശോയുടെ മുഖത്ത് ഞാൻ ഈശോ കണ്ണുകൾ അടച്ചു തുറക്കുന്നതാണ് കണ്ടത്. ഞാൻ എന്നിട്ട് ഈശോയോട് പറഞ്ഞു, ദൈവമേ, ഇത് കണ്ണ് തുറന്നിരിക്കുന്ന ഫോട്ടോയാണ്, പക്ഷെ നീ ഇപ്പോൾ കണ്ണടച്ച് തുറക്കുന്നുണ്ട്, ഇതെനിക്ക് തന്ന അടയാളമാണോ എന്ന്. സത്യമായിട്ട് ഈശോ പറഞ്ഞു, അത് എനിക്ക് തന്ന അടയാളമാണ്. ഇതൊരു ആരാധനാ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയതാണ് അവർ, അവിടുത്തെ ആരാധനാലയം. നിന്റെ മുഖം ഇതാണെന്ന് നീ പാവപ്പെട്ട മനുഷ്യർക്ക് വെളിപ്പെടുത്തി തന്നത്. തൊഴിലിൻ്റെ കച്ചയിലെ തിരുമുഖം കണ്ട് കൊതിപൂണ്ടിരുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്റെ ഛായ ഇതാണെന്ന്, അതും പീഡിപ്പിക്കുന്ന നിന്റെ മുഖമാണെന്ന്, നിന്റെ പീഡാസനമാണ് കർത്താവേ. ഓരോ ആരാധനയിലും ഈ മുഖം എന്ന് ദർശിക്കുമ്പോൾ നീ കഴിച്ച പാടുകേടുകളാണ് മനസ്സിലേക്ക് വരുന്നത്. കർത്താവെ, അതിൻ്റെ ഭാഗമായിട്ട് നീ ഞങ്ങൾക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ തരുന്ന പാടുകേടുകളെ ഓർത്ത് കോടാനുകൂടി നന്ദിയും സ്തുതിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി പാടുകേടുകൾ സഹിച്ച് 28,430 തുള്ളി രക്തം ചിന്തി 5,480 ചമ്മട്ടിയുടെ ഏറ്റുവാങ്ങി ഉപ്പലുകളും നിന്ദനങ്ങളും ഏറ്റുവാങ്ങിയത് എന്തിനാണ് കർത്താവെ? പാവപ്പെട്ട പാപികളായ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമാണെന്ന് ഞങ്ങൾ അറിയുന്നു ഈശോയെ. കർത്താവെ, ജീവിതത്തിലെ സഹനങ്ങൾ വരുമ്പോൾ ഓരോ നിമിഷവും നിന്റെ പീഡിപ്പിക്കപ്പെട്ട ഈ പൊന്മുഖം നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വരച്ചു വെച്ചിട്ട് ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞിരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്റെ പീഡിപ്പിക്കപ്പെടുന്ന മുഖം എപ്പോഴും പ്രതിഫലിക്കട്ടെ കർത്താവെ. നിന്റെ മുഖം ഞങ്ങളെ നോക്കിയിരുന്ന ആ ദയനീയമായ മുഖം കണ്ടാൽ ഞങ്ങൾ ഈ ലോകത്ത് കഴിക്കുന്ന കഷ്ടപ്പാടുകളൊന്നും തന്നെ അതിനെ തുലനം ചെയ്യാനാവില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ഓ ഈശോയെ, നിന്റെ വലിയ കൃപയാൽ ഞങ്ങളുടെ കൂട്ടായ്മയെ നിറയ്ക്കണമേ. ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്ന പരിശുദ്ധ അമ്മ മാതാവേ, മെജുഗൊറിയൻ മാതാവേ, പണ്ടിയിലിരുന്ന് ഞങ്ങളെ ഇവിടേക്ക് ആനയിച്ചു കൊണ്ടിരുന്ന മെജുഗൊറിയൻ മാതാവേ, ദൈവമാതാവേ, നിന്റെ ഉദരത്തിൽ വന്ന ഉണ്ണിയെ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചു തരണമേ. ഈശോയെ, അങ്ങയുടെ സ്വർഗത്തിലെ മാപ്പിൽ ഞങ്ങൾക്ക് സ്ഥലം തന്നതിനെ ഓർത്ത് ഏതാനും നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ തിരുമുമ്പിലിരിക്കുന്ന ഓരോ മക്കളും അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ എല്ലാ പീഡകളും കർത്താവെ, സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് വേണ്ടി ഇപ്പോൾ അങ്ങയുടെ പൊന്മുഖം കണ്ട് എപ്പോഴും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ അമ്മച്ചുമാരുടെ കുടുംബപക്ഷത്തിൽ മരിച്ചുപോയ ആത്മാക്കളുടെ ശാന്തിക്ക് വേണ്ടി കർത്താവെ, അവിടുത്തെ അതിവിശുദ്ധമായ സഹനത്തോട് ചേർത്ത് പരിശുദ്ധ അമ്മയുടെ വിവരത്തിലെ സ്നേഹാത്തി ദ്വാരത്തിലെ നിത്യപിതാവിനെ ഞങ്ങളെ കാഴ്ചവെക്കുന്നു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ പൊന്മുഖം കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ സഹനവും ഒന്നൊഴിയാതെ കൃത്യമായി നിന്റെ മുഖം കണ്ട് ആനന്ദിക്കുവാനുള്ള ചവിട്ടുപടികളാണെന്ന ബോധ്യം തന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതി. എല്ലാവരും ഈശോയുടെ ആ ചില്ലിന്മേൽ കൊന്തകളൊക്കെ മുട്ടിച്ച് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങോട്ട് എത്തില്ല. ഞാൻ ഒന്നാമത്തേൽ ഓപ്പറേഷൻ കഴിഞ്ഞ കാരണം അങ്ങനെ നീണ്ടുവരിഞ്ഞ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഉയരം കുറവല്ലേ, അതുകൊണ്ട് എനിക്ക് കൊന്തയൊന്നും മുട്ടിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞാനത് മറന്നുപോയി. എൻ്റെ അച്ഛന്മോനോട് പറഞ്ഞാൽ മതിയായിരുന്നു. ആ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഏറ്റവും ഉയരമുള്ള ആളായിരുന്നു എൻ്റെ അച്ഛന്മോൻ. പക്ഷേ അത് കൊടുത്ത് ഇങ്ങനെ മുട്ടിക്കാനുള്ള ഒരു ഓർമ്മ വന്നില്ല. കാരണം തിക്കും തിരക്കായിരുന്നു. കൊങ്കിണിയിലും മറ്റു ഭാഷകളൊക്കെ കുർബാനകൾ ഇങ്ങനെ നടക്കുകയാണ്, ശരിക്കും വേളാങ്കണ്ണി പള്ളി പോലെ.
ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ എല്ലാം റെക്കോർഡ്സും കളക്ട് ചെയ്തിരുന്ന വിശുദ്ധ കാർലോ അക്കിറ്റ്സിൻ്റെ വലിയൊരു ഫ്ലക്സ് ഒരു കട്ടൗട്ടും അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈശോയുടെ ഒരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നല്ല തിരക്കായിരുന്നു. കാരണം 3 ദിവസം കൂടി കഴിഞ്ഞാൽ അവരുടെ പെരുന്നാളാണെന്ന് പറയുന്നു. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. കുറേ കന്യാസ്ത്രീകളും കുറേ ടൂറിസ്റ്റ് ബസ്സുകളും കുറേ അച്ഛന്മാരും. അങ്ങനെ അന്നത്തെ പ്രത്യേകതയായിരുന്നു മലങ്കര അച്ഛന്മാർ 15 ആൾ അവരുടെ എന്തോ ആഘോഷം നടത്തുന്നതിൻ്റെ പേരിൽ വന്ന് കുർബാന ചെല്ലുന്ന ഒരു ദിവസമായിരുന്നു. അതിലെൻ്റെ അച്ഛന്മോനും പങ്കുകൊണ്ടു. ഞങ്ങൾ ആ കുർബാനയാണ് പങ്കുകൊണ്ടത്. ഇപ്പോൾ ലൈറ്റില്ലാതെ കിട്ടിയതാ ഈശോയുടെ ഈ ഫോട്ടോ പതിഞ്ഞ അവസ്ഥ. സ്വർഗം തിരഞ്ഞെടുത്തൊരു സ്ഥലം അല്ലേ? ഞാൻ അവരോട് പറയുമായിരുന്നു, ഗൂഗിൾ മാപ്പിൽ, സ്വർഗത്തിൻ്റെ ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ സ്ഥലത്തിന് ഭയങ്കര പ്രത്യേകതയുണ്ടെന്ന്. എന്തൊക്കെയോ അസ്വസ്ഥതകൾ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നുണ്ടായതിന് ശേഷമാണ് ഈ ഒരു അത്ഭുതം അവിടെ ഉണ്ടായി എന്ന് ഞാൻ കേൾക്കാനിടയായത്. എന്തോ ആവട്ടെ, നമ്മുടെ കർത്താവ് വിളക്കന്നൂരിനെ പ്രത്യേകം സെലക്ട് ചെയ്തിരിക്കുക, നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുക, അവിടെ മുഖം പതിപ്പിച്ച് തന്നിട്ട്. നാനാജാതി മതസ്ഥർ ലോകത്തിൻ്റെ ഇനി വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു അത്ഭുതം കാണാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു 25 മിനിറ്റ് സ്വസ്ഥമായിട്ടിരിക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ തിരക്കൊഴിയുന്നത് വരെ കാത്തു നിൽക്കാൻ നമുക്കും പറ്റില്ല. കാരണം 6.5-7 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്താൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരക്ക് കഴിയുന്നതുവരെ കാത്തു നിൽക്കാനും പറ്റിയില്ല. കുർബാന കൂടി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 20 മിനിറ്റ് അവിടെ ഇരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ബലിപീഠത്തിനരികിൽ ഒരിക്കൽ കൂടി വിശുദ്ധബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഈശോയുടെ തിരുമുഖം തെളിഞ്ഞ ഈ ദേവാലയത്തിൻ്റെ അൾത്താരയിലെ ബലിപീഠത്തിനരികിൽ വന്ന് ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെല്ലാവരെയും ദൈവം അനുവദിച്ചിട്ട് നന്ദി പറയാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 13 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ സുവിശേഷം വായിച്ച് ധ്യാനിക്കുന്നത്. ശിശുക്കളെ എന്ന ഭാഗമാണ്. അതുകൊണ്ട് അവരുടെ ലോകമെന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കന്മാരാണ്. അവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ശിശുക്കളുടെ ഒരു ആശ്വാസവും. അവർ മാറിപ്പോകുന്നത് അവർക്ക് വലിയൊരു വിഷമമാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും
നമ്മുടെ ലോകം നമ്മുടെ ഈശോയായിരിക്കണം. ദൈവവുമായിട്ടൊരു വലിയ ബന്ധം, ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതായിട്ട്. നമ്മുടെ സമ്പത്ത്, പദവികൾ, ആരോഗ്യം, അറിവൊക്കെ അതിനേക്കാളും വലുതായിട്ട് അതിലൊന്നും അഹങ്കരിക്കാതെ എൻ്റെ നിരുപാധികമായ ആശ്രയം എൻ്റെ ദൈവമാണെന്നുള്ളൊരു തോന്നലാണ് ദൈവരാജ്യത്തിൽ എത്താനായിട്ട് നമ്മളെല്ലാവരും സഹായിക്കേണ്ടത്. ഒപ്പം ശിഷ്യന്മാരെ മാറ്റി നിർത്തിയ ശിശുക്കളെയാണ് ഈശോ അടുക്കിലേക്ക് വിളിച്ചത് എന്ന് പറഞ്ഞതുപോലെ ലോകം മാറ്റി നിർത്തുന്ന മനുഷ്യരെയും ലോകം മാറ്റി നിർത്തുന്ന ഇടങ്ങളെയുമാണ് ദൈവം വലുതാക്കുന്നതും വളർത്തുന്നതും. ലോകത്തിൽ അപ്രധാനമായ സ്ഥലങ്ങളും വ്യക്തികളാണ് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ നേരത്ത് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഇന്നത്തെ ഈ വിശുദ്ധ ബലിയിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മളായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ജോലികൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, പ്രാർത്ഥനാ നിയമങ്ങളെല്ലാം കർത്താവ് ഞങ്ങളുടെ സന്നിധിയിലേക്ക് നൽകുന്നു. അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട എല്ലാ വൈദികരെയും, അവരായിരിക്കുന്ന രൂപതകളെയും ഇടവകളെയും സ്ഥാപനങ്ങളെയും അവർ പ്രതിനിധീകരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈശോയെ ഞങ്ങളുടെ നല്ല സന്നിധിയിലേക്ക് നൽകുന്നു. സഹോദരരെ, മനസ്സാക്ഷിയുടെ നൈർമല്യത്തോടും പരിശുദ്ധമായ ചിന്തകളോടും കൂടെ പാപമോചനത്തിനായി കാരുണ്യപൂർവ്വം നൽകപ്പെട്ടിരിക്കുന്ന ജീവദായകമായ ഈ തീക്കട്ടയെ നമുക്ക് സമീപിക്കാം. ഈശോയോട് ഏറെ നന്ദി പറഞ്ഞു, അളവില്ലാത്തത്രയും നന്ദി. 15-16 അഭിഷിക്ത പുരോഹിതർ. ഇതാണ് എൻ്റെ അച്ഛൻ മകൻ. താടി വെച്ച് കണ്ണാട വെച്ചിരിക്കുന്ന, കണ്ണ് നഷ്ടപ്പെട്ട, വലത്ത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട അച്ഛൻ. മലങ്കര അച്ഛന്മാരുടെ കൂടെ ഒരു CMI ഫാദർ കൂടെ നിന്ന് കുർബാന അർപ്പിച്ചു. ഒരു നല്ല അനുഭവമായിരുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട പുരോഹിതർ, ഈശോയുടെ പൊന്മുഖം ദർശിക്കാൻ വന്നവർ, ഈശോയെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന അനുഭവമുള്ളവർ, നമുക്ക് സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണിത്. ഏറ്റവും അറ്റത്താണ് എൻ്റെ മകൻ. ഉയരം കൂടിയത് കൊണ്ടാണ് പ്രശ്നം. ഉയരം കൂടുതൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഈ ഉയരക്കൂടുതൽ വലിയ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ട്രെയിനിലൊക്കെ എനിക്ക് ശരിക്കും കിടക്കാം, പക്ഷേ എൻ്റെ അച്ഛനും മോനെ കിടക്കാൻ പറ്റില്ല. പകുതി ഭാഗം പുറത്തായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, പക്ഷേ ചില സ്ഥലത്ത് ഈ ഉയരം നല്ലതാണ്. കൊന്തയൊക്കെ മുട്ടിക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ലതാണ്. ഇവിടെ കൊങ്കിണി ഭാഷയിലുള്ള കുർബാനയാണ് പിന്നീട് നടന്നത്. അതിൻ്റെയും തിക്കും തിരക്കുമുണ്ട്. എന്തായാലും പറ്റാവുന്നവരൊക്കെ നമ്മുടെ ഈശോയുടെ ആ പീഡിപ്പിക്കപ്പെട്ട നിസ്സഹായനായി നമ്മെ നോക്കുന്ന ഈശോയുടെ മുഖം, ഈശോ തന്നെ സ്വർഗത്തിൽ നിന്നും ഫോട്ടോ അച്ചടിച്ച് വിട്ട ആ ദിവ്യകാരുണ്യ അത്ഭുതത്തെ കാണാനായിട്ട് പോകണം. ആരോഗ്യമുള്ളവരൊക്കെ, ഇല്ലാത്തവർ പ്രാർത്ഥിക്കണം, ഈശോ കൊണ്ടുപോകും. അത്രയ്ക്ക് തീക്ഷ്ണമായി ആഗ്രഹിച്ചാൽ ഈശോ കൊണ്ടുപോകുന്നേ. പ്രിയ സഹോദരങ്ങളെ, വർണ്ണിക്കാനും വിവരിക്കാനും വാക്കുകളില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നീ ഞങ്ങളുടെ ഇടയിലുണ്ടല്ലേ? ഇതായിരുന്നു എൻ്റെ ചോദ്യം. ഓരോ തിരുവോസ്തിയിലും ഇതുപോലെ നിൻ്റെ മുഖം തെളിയുന്നുണ്ടല്ലേ? അതെപ്പോഴും ഓർക്കാനുള്ള കൃപ തരണമേ എന്ന് മാത്രമായിരുന്നു പ്രാർത്ഥന. ഈശോയെ വേദനിപ്പിക്കുന്ന ഒരു പാപം പോലും ചെയ്യാൻ ഇടവരുത്തല്ലേ. ആമേൻ.